എല്ലാവർക്കും ഞങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം. ഇപ്രാവശ്യം മഴ നേരത്തെ എത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ജൂൺ മാസം ആണ്, അതായത് എൻ്റെ ഒരു ഓർമ്മയിൽ എൻ്റെ ഒരു കുട്ടിക്കാലത്തുള്ള സമയത്തൊക്കെ കറക്റ്റ് സ്കൂൾ തുറക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ പെരും മഴയത്തായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതൊരു വല്ലാത്തൊരു മെമ്മറി ആയിരുന്നു അത്. പക്ഷേ ഇപ്രാവശ്യം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് നേരത്തെ തുറന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, നേരത്തെ മഴ വന്നു. ഞങ്ങൾ ക്ലാസ് എൻ്റെ 22-നാണ് ക്ലാസ് റീ ഓപ്പണിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ 22-ാം തീയതി തൊട്ട് മഴയായിരുന്നു. ഇന്നലെ ക്ലാസ്സില്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പം മഴയുടെ ഗതികൾ. എല്ലായിടത്തും കുറേ സ്ഥലത്ത് വെള്ളം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെയും വെള്ളമൊക്കെ ഉണ്ട്. വീട്ടിലേക്ക് എത്തുന്ന സ്ഥിതിയിലൊന്നും എത്തിയിട്ടില്ല, പക്ഷേ വെള്ളമൊക്കെ ഉണ്ട്. മെയിൻലി ഇപ്പോൾ പണികളൊക്കെ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ റോഡിൻ്റെ ഒക്കെ, അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. മേ ബി പണികളൊക്കെ കഴിഞ്ഞ് ഒക്കെ സെറ്റായി കഴിയുമ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കാണിക്കാനാണ്. വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ ഒരു കൂട്ടം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു FB ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ എല്ലാ ഇയറും കോമ്പറ്റീഷൻ നടക്കാറുണ്ട് റീൽസിൻ്റെ. കഴിഞ്ഞ വർഷം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഞാനായിരുന്നു വിന്നറായിരുന്നത്. എനിക്ക് ക്യാഷ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ്. ഇപ്രാവശ്യം ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് റീൽസ് ചെയ്ത് വെക്കണം. പിന്നെ എനിക്കെന്തോ ഇന്നൊരു നല്ലൊരു മൂഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കാം, റീൽസൊക്കെ ചെയ്യാം. പിന്നെ ക്ലാസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഒരുപാട് വർക്കുകൾ വരും. നമ്മൾ വിചാരിച്ച പോലെ വീഡിയോ എടുത്ത് വെക്കാനോ ഒന്നും കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നേരത്തെ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാമല്ലോ ഈസി ആയിട്ട്, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. മറ്റ് രണ്ടും കൂടെ എനിക്ക് എന്താ പറയുക, ഒപ്പിച്ച് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ക്ലാസ്, വർക്ക്, അതുപോലെ എല്ലാ കാര്യങ്ങളും എനിക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പം എനിക്ക് ഒഴിവുള്ള സമയത്താണെങ്കിൽ വീഡിയോ എടുത്ത് വയ്ക്കാം, യൂട്യൂബിലിടാം. യൂട്യൂബ് ചാനലും ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകാം. അതുപോലെ തന്നെ എൻ്റെ സ്റ്റഡീസ്, എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ അങ്ങനെ മാനേജ് ചെയ്ത് പോകണം. അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒഴിവുള്ള സമയം വെറുതെ കളയേണ്ട, കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കാം. വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ, പെൻഡിങ്ങിൽ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, വീഡിയോക്ക് വേണ്ടിയിട്ടാണ്. എവിടേക്ക് പോകുന്നൊന്നുമില്ല, റീൽസൊക്കെ എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് കണ്ടാലോ. അപ്പം ഇതാണ് ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഡ്രസ്സ്. ഇത് ഒരു 2019-20 ആ ഒരു ടൈമിൽ ഞാൻ ആദ്യമായിട്ട് ഓൺലൈനിൽ വാങ്ങിയ ഒരു ഡ്രസ്സാണ്. പിന്നെ അതിനുശേഷം ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടു. അന്ന് ആ ഒരു ടൈമിൽ ഓൺലൈനിൽ വാങ്ങുക എന്ന് പറയുന്നത് ഞങ്ങളവിടെ അത്ര പോപ്പുലർ ആയിട്ടുള്ളൊന്നുമല്ല. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് തല്ല് പിടിച്ച് പിന്നാലെ നടന്ന് കെഞ്ചി വാങ്ങിപ്പിച്ചതാണിത്. അന്ന് ആ ടൈമിൽ ഞാൻ വളരെ മെലിഞ്ഞിട്ടായിരുന്നു. ഞാൻ ഫോട്ടോസൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ നോക്കട്ടെ, ഫോണിലുണ്ടെങ്കിൽ ഞാനൊരു ചേഞ്ച് വെച്ചിട്ട്, അതായത് 2019-20 ആ ഒരു ടൈമിലും പിന്നെ ഇപ്പോൾ ഉള്ള ഞാനും എത്രത്തോളം മാറി എന്നുള്ള രീതിയിലൊരു വീഡിയോ ഞാൻ ചെയ്യാം. വന്ന ടൈമിൽ എനിക്കിത് കുറച്ചൊരു ലൂസായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ഇടാതെ വെച്ചതാണ്. ഇപ്പോഴും അങ്ങനെ ഇടാറൊന്നുമില്ല. എപ്പോഴെങ്കിലും എൻ്റെ കൈ കിട്ടിയാൽ. എനിക്കൊരു ദുശീലമുണ്ട്, ഞാനിങ്ങനെ അലമാരിയൊക്കെ ഒതുക്കി മടക്കിയൊക്കെ വെക്കുന്ന ഒരാളാണ്. എപ്പോഴും നീറ്റായിരിക്കണം എൻ്റെ കബോർഡിൽ നിന്ന് എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ ഞാനിങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് എടുത്തിടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഒന്നാമതെന്ന് വെച്ചാൽ ഒതുക്കി പെറുക്കി വെച്ചെന്ന് എടുക്കണം. അപ്പോൾ ആ ഒരു വൃത്തി പോകും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മുകളിൽ കാണുന്ന ഡ്രസ്സുകൾ എടുത്തിടും വേഗം. അപ്പോൾ അടിയിലുള്ളത് എന്നോട് പിന്നെ മറന്നു പോകും. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ പൊന്തുക. അങ്ങനെ ആയതുകൊണ്ട് മാത്രം ഇത് ഒരു 2-3 തവണ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ മഴയുടെ ടൈമിൽ ഞാൻ പൊതുവേ വൈറ്റ് ഇടാറില്ല, ചളി പിടിക്കും പെട്ടെന്നുള്ളത് കൊണ്ട്. കൂടുതലും ഈ ഒരു വേനൽക്കാലത്താണ് ഞാൻ യൂസ് ചെയ്യുക. വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റ് കളർ ഇട്ടാലൊരു ഭയങ്കര കോൺഫിഡൻസ് വന്ന പോലെയാണ്. വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഡ്രസ്സ് എന്തോ പൊതുവേ എനിക്ക് എപ്പം പോകുമ്പോഴും എൻ്റെ കണ്ണിൽ ഇടാറില്ല. പൊതുവേ പെട്ടെന്ന് കിട്ടുന്ന എടുത്തിട്ട് പോകുന്നതുകൊണ്ട് ഈ ഡ്രസ്സ് പൊതുവേ എനിക്ക് അങ്ങനെ കൈ കിട്ടാറില്ല. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പം നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. വലിയ രീതിയിലൊന്നുമില്ല, ചെറിയ രീതിയിൽ. കാരണം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല, എവിടെയും പോകുന്നൊന്നുമില്ലല്ലോ. പോവുകയാണെങ്കിലും ഞാൻ വലിയ രീതിയിൽ ചെയ്യാറില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും അങ്ങനെ വലിയൊരു ഒക്കേഷനോ അല്ലെങ്കിൽ എനിക്ക് അത്രയും എന്താ പറയുക പുറപ്പെട്ട് പോകാനുള്ളൊരു മൂടൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ചെയ്യുന്ന ഒരാളാണ്. ചെറിയ രീതിയിലൊന്ന് കാണാം. എനിക്ക് പൊതുവേ പീരിയഡ്സിൻ്റെ സമയത്ത് അത്യാവശ്യം നന്നായിട്ട് പിമ്പിൾസ് വരുന്ന ഒരാളാണ്. കണ്ടോ, ഇതിപ്രാവശ്യം കുറച്ചധികമായിട്ടുണ്ട്. സാധാരണ ഇത്ര വരാറില്ല. എന്തോ പോകാൻ വേണ്ടി കുറച്ച് പൊടിക്കൈകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതൊരു അലോവേരയുടെ അലോവേര ജെല്ലാണ്. ഞാനിവിടെ അടുത്തുള്ളൊരു വൈദ്യുതി പീടികയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഇതിങ്ങനെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖം. നല്ല കാറ്റൊക്കെ ഉള്ള സമയമാണെങ്കിൽ, മീൻസ് ഫാനിൻ്റെ അടിയിലൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ നല്ലൊരു റിഫ്രഷിങ് ഫീൽ കിട്ടും. ഞാൻ ഇന്നലെ നന്നായി ഷാമ്പു ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പാറിയിരിക്കുന്നത്. എനിക്ക് ഇടയ്ക്ക് നന്നായി മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒന്ന് പോയി, കുറച്ച് ഞാൻ പൊടിക്കൈകളൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്തതാണ്. അതാണ് ഇപ്പോൾ ഈ ബേബി ഹെയർസൊക്കെ ഇങ്ങനെ ഒരുപാട് പൊന്തിയിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടാം. ഓക്കെ, ഇനി അടുത്തത്
അപ്പോൾ എവിടെയും പോകാത്തത് കൊണ്ട് സൺസ്ക്രീൻ അങ്ങനത്തെ സാധനത്തിനൊന്നും ആവശ്യമില്ല. ഇത് കൺസീലറാണ്. ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള തില്ലാനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാൻസി ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിയതാണ്. വേറൊരെണ്ണം കൂടി ഉണ്ട്, ഞാൻ പന്തീരങ്കാവ് നിന്നാണ് വാങ്ങിയത്. ഇത് കഴിഞ്ഞിട്ട് അത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വെച്ചതാണ്. ബ്ലെൻഡറൊക്കെ ഇരിപ്പുണ്ട്, പിന്നെ എടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ കൈ കൊണ്ട്, പൊതുവെ കൈയാണല്ലോ കുറച്ചധികം കംഫർട്ട് ഉണ്ടാവുക കൈയാണ്. നല്ലോണം പാടായിട്ടുണ്ട് പ്രാവശ്യം പിമ്പിൾസ് വന്നത്, അതുകൊണ്ട് തന്നെ വിചാരിച്ച പോലെ അങ്ങ് പോയി കിട്ടുന്നില്ല. ഓക്കെ, സെറ്റ്. ഇനി അടുത്തത് ഇത് ഞാൻ ത്രെഡ് ചെയ്തിട്ട് ഇപ്പം കുറച്ചായി, അപ്പം അതുകൊണ്ട് അതിൻ്റേതായ ഒരു വൃത്തിയില്ലായ്മ എൻ്റെ പിരികത്തിനുണ്ട്. ഞാൻ അങ്ങനെ റെഗുലറായിട്ട് പിരികം ത്രെഡ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഞാൻ എന്തെങ്കിലും ഒക്കേഷൻ, എന്തെങ്കിലും പരിപാടികളോ ഫങ്ഷൻസോ വരുമ്പോൾ മാത്രം ത്രെഡ് ചെയ്യുന്ന ഒരാളാണ്. ഫോണിൽ നോക്കി ഇങ്ങനെ വരച്ചിട്ടൊരു റെഡി വന്നില്ല. കുഴപ്പമില്ല, വീഡിയോ കാണല്ലോ. ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ പിരികമൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. ആദ്യം ഞാൻ ചെയ്യാറില്ലായിരുന്നു, എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഓരോരോ മൂടാൻ. ഇത് BB ക്രീമാണ്, പോൺസിൻ BB. എനിക്കൊരു ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ, ഇത് കറക്റ്റായിട്ടാണ് പിമ്പിൾ വരും. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എപ്പോഴും പറയും കാണാത്ത വല്ല ഭാഗം, അതായത് ഈ ഏരിയയിലൊക്കെയാണ് പെട്ടെന്ന് അങ്ങനെ കാണത്തില്ല. എൻ്റെ മുഖം കുറച്ച് തുടുത്തതായതുകൊണ്ട്, പക്ഷെ അവിടെ ഒന്നും വരത്തില്ല. കറക്റ്റ് കാണുന്ന ഭാഗം നിറഞ്ഞങ്ങ് വരും. അതാണ് സങ്കടം. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഈ കുരു വന്നു കഴിഞ്ഞാൽ ഒരു ഫീലിങ്സ് പറയാനൊക്കത്തില്ല. ഓക്കെ, ഇത് എൻ്റെത് കുറച്ച് വലുതായിരുന്നു. ഞാൻ വീട്ടിൽ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ പോകുമ്പോൾ ഇതൊക്കെ തൊട്ടി കൂട്ടി കൊണ്ടുപോയതാണ്. വീട്ടിലെത്തി മോളുടെ ആണോ അനിയത്തിൻ്റെ ആണോ ആരതാ എന്നറിയില്ല, മാറി എടുത്തു വന്നതാണ്. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, ഇതായിരുന്നു. വലിയ കുഴപ്പമില്ല. മുകളിലൊക്കെ എഴുതണമെന്നുണ്ട്, പക്ഷെ മടിയാണ്. വീഡിയോക്ക് വേണ്ടി മാത്രം ചെയ്യേണ്ടേ എന്നാലോചിച്ചിട്ട് മടി വരുമല്ലോ. അതെ, ഇന്നതാ ഒരു പൊട്ട്. എനിക്ക് പൊതുവേ കറുപ്പ് പൊട്ട് വയ്ക്കാനാണ് ഇഷ്ടം. ആദ്യമേ എങ്ങനെയാണ് കളർ പൊട്ടൊക്കെ വല്ല ഫാൻസി സാരി കൊടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയാൽ ഞാൻ വയ്ക്കും, അല്ലെങ്കിൽ ഞാൻ പൊതുവേ അങ്ങനെ ഇടാറില്ല. എനിക്ക് കറുപ്പ് പൊട്ടാണ് കുറച്ചുകൂടി ഇഷ്ടം. ഫോണിൽ നോക്കി എഴുതിയിട്ട് അങ്ങനെ ശരിയാവും നിങ്ങൾ വിചാരിച്ച പോലെ. ഏറെക്കുറെ കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല. ദൈവമേ, എൻ്റെ ലിപ്പാമ്പ് കാണുന്നില്ലല്ലോ, ബാഗിലാണെന്ന് തോന്നുന്നു. തൽക്കാലം ഇത് ഡാസ്ലറിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഷെയ്ഡുണ്ടല്ലോ, അതാണ്. കുഴപ്പമില്ലാത്ത ഷെയ്ഡാണ്. ഞാൻ പൊതുവെ ബ്ലഷ് ഇടാറില്ല, എനിക്കിഷ്ടമല്ല. എന്താണെന്ന് അറിയത്തില്ല. എല്ലാവരും ഇപ്പം ഭയങ്കര ബ്ലഷും അതുപോലെ തന്നെ ഐ ഷെയ്ഡും ഒക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഞാൻ പൊതുവെ ഇത്രയാണ് എൻ്റെ മേക്കപ്പിൽ വരിക. കണ്ണെഴുതും, പൊട്ട് തൊടും, ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും, പിന്നെ ഒരു ലിപ്സ്റ്റിക്, ഇത്ര മാത്രം. ഓക്കെ, ഏറെക്കുറെ കംപ്ലീറ്റ് ആയി. ഇനി ഫൈനലായിട്ടുള്ളൊരു സാധനം. ഓക്കെ, അപ്പം ഏകദേശം മുഖമൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഹെയർ. ഇങ്ങനത്തെ കോമ്പാക്റ്റ് യൂസ് ചെയ്യാറ്. ഇങ്ങനെ വിട്ട ഒരു ടൈപ്പ് ഓഫ് കോമ്പാകുമ്പോൾ, പല്ലുകളിങ്ങനെ വിട്ട് കിടക്കുന്ന പോലെ ആകുമ്പോൾ വല്ലാതെ ഇങ്ങനെ പൊട്ടിപ്പോവില്ല മുടി. ഇത് ഞാൻ കഴിഞ്ഞ ഒരു 1 മന്തായിട്ട് ഈ ഒരു കോമ്പാണ് യൂസ് ചെയ്യുന്നത്. നല്ല മാറ്റമുണ്ട്. സാധാരണ നമ്മളിങ്ങനെ അടുപ്പിച്ച് പോലെ ഇങ്ങനെ അടുപ്പിച്ചിട്ടുള്ള കോമ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മുടി പൊട്ടി പോകുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല തിക്കായിരുന്നു. പിന്നെ ഒരു ആഫ്റ്റർ മാരേജ് വെള്ളമൊക്കെ മാറുമല്ലോ,
എൻ്റെ വീട്ടിൽ ആ ഒരു വെള്ളവും ആ ഒരു ഇതൊന്നും അല്ല ഇവിടെ. അപ്പോൾ നന്നായി മാറി, ഒരുപാട് ചേഞ്ച് വന്ന് മുടിയൊക്കെ പോയി, കൊഴിഞ്ഞു പോയി. പിന്നെ ഞാനിപ്പം കുറച്ച് കാലമായി ഹെയർ അത്യാവശ്യം നന്നായി കെയർ ചെയ്ത് അതിലേക്ക് വേണ്ടി കുറേ പൊടിക്കൈകളൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ട് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്തതാണ് മുടി. പഴയപോലെ ആക്കിയെടുക്കണം, അത് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെ അമ്മമാരൊക്കെ കെയർ ചെയ്യുന്ന സമയത്ത്, എല്ലാവർക്കും സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അമ്മമാരെ എണ്ണയൊക്കെ തേച്ച് നന്നായി മുടി നോക്കുന്ന സമയത്ത് എല്ലാ പെൺകുട്ടികൾക്കും അത്യാവശ്യം നന്നായി മുടി ഉണ്ടാവും. പിന്നെ നമ്മൾ സ്വയം നോക്കാൻ തുടങ്ങുന്നൊരു ടൈം ഉണ്ടാവുമല്ലോ, ഒരു 19-20 ആ ഒരു ടൈം തൊട്ട് ഇങ്ങോട്ടേ ഈ മുടി പോകുന്ന ഒരു പിടി ഉണ്ടാവില്ല. എല്ലാവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. എൻ്റെ അമ്മ നോക്കുന്ന സമയത്ത് എനിക്ക് മാത്രമല്ല, എൻ്റെ അനിയത്തിക്കൊക്കെ അത്യാവശ്യം നന്നായി മുടി ഉണ്ടായിരുന്നു. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നല്ല തിക്കായിരുന്നു. ഈ നീളം തന്നെയാണ്, ഇതിൽ കൂടുതൽ ഞാൻ നീട്ടിയിട്ടില്ല ഇതുവരെ. ഇനി നീട്ടി നോക്കാമെന്ന് വിചാരിക്കുന്നു, ഉള്ളൊക്കെ വന്നു കഴിഞ്ഞാൽ നീട്ടി നോക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കുറേ ചീവി, നേരത്തെ ചീവി സെറ്റായതാണ്. ഓക്കെ, ഇനി നമുക്ക് മുടി കെട്ടാൻ ഞാൻ ആ കോമ്പല്ല, ഈ കോമ്പാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, വലിയ രീതിയിലൊന്നുമില്ല, ഒന്ന് ഒരു 7 എടുത്തിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് മെടങ്ങിയിട്ട്, അതാണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ, അല്ലെങ്കിൽ ഞാൻ പൊതുവേ ഒന്നായിട്ട് കൂട്ടി ഒരു ക്രാബ് ഇടുകയാണ് ചെയ്യുക. പൊതുവേ ഞാനങ്ങനെ വല്ലാതെ അഴിച്ചിട്ട് നടക്കുന്ന ഒരാളല്ല. മുടി ഇങ്ങനെ ഇതുപോലെ മെടഞ്ഞിട്ടിട്ട് ഒന്നാമത് അഴിച്ചിട്ട് പിന്നെ എവിടെയെങ്കിലും പോയി തിരിച്ച് വരുമ്പോഴേക്കും എൻ്റെ മുടി എടുക്കാൻ പറ്റാത്ത പരിവാവും, ഫുള്ള് കെട്ടി കുടുങ്ങി. അതുകൊണ്ട് പൊതുവേ എനിക്കങ്ങനെ ഇഷ്ടമല്ല. ഓക്കെ, ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കമ്മലിടാം. ഇതാണ് എന്നെടുത്ത കമ്മൽ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണുമ്പോൾ ഭയങ്കര വെയിറ്റ് തോന്നും, പക്ഷേ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് അത്യാവശ്യം ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മലാണ്. ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. നല്ല കമ്മലാണ്. ഇട്ട് കാണുമ്പോൾ ഒരു ലുക്കാണ്. പിന്നെ ഇതൊക്കെ ഇട്ട് നടക്കുമ്പം നമ്മുടെ നാട്ടുകാരുടെ ഒരു പറച്ചിലുണ്ടാവുമല്ലോ. ഞാനിത് ഇട്ട് പോയ 2-3 തവണ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനാണ് ഇത്ര വലിയ കമ്മലൊക്കെ ഇട്ടിരുന്നത്, കാത് തൂങ്ങിപ്പോവില്ലേ? തൂങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തുന്നി കൂട്ടണ്ടേ? ഒന്നും നോക്കണ്ട, നിങ്ങളുടെ കാത്, നിങ്ങളുടെ കമ്മൽ, നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുന്നു, നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ നോക്കിയാൽ മതി. എന്തായാലും ഇപ്പോൾ നമ്മുടെ കാത് കീറി മുറിഞ്ഞ് പോകണം എന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ഇട്ട് നടക്കത്തില്ലല്ലോ. ഞാൻ പൊതുവെ എനിക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. ഞാൻ വാങ്ങുമ്പോഴും അങ്ങനെയാണ്. കാണുമ്പോൾ വളരെ ഹെവി ആയിട്ട് തോന്നുമെങ്കിലും ഇത് വെയിറ്റ് ഇല്ല. ഇത് കയ്യിലുള്ളവർക്ക് അറിയാട്ടോ, ഇതങ്ങനെ വെയിറ്റ് ഇല്ലാത്തൊരു കമ്മല. പിന്നെ വേറെന്താ, ഈ ഒരു കമ്മൽ, ഈ ഒരു മോതിരം. ഓക്കെ, അപ്പം ഏകദേശം എല്ലാം സെറ്റായി. അപ്പോൾ അതാ ഞാൻ റെഡിയായി. മൊത്തത്തിൽ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് ഓക്കെയാണ്. ഇത്രയൊക്കെ മതി. ഞാൻ ഇത്രയൊക്കെ പുറപ്പെട്ട് പോകാറുള്ളൂ. ഇതൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ. ഇത് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ, അത്രയും ക്ലോസ് ആയിട്ടുള്ള ആരുടെയെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ അവിടെ കാണിച്ച് പോകാറ്. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് കാഷ്വലായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടണും ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് കാണാം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ബൈ.